ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 2യിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ദ സീക്രട്ട് എന്ന പുസ്തകത്തിലെ പ്രാക്ടിക്കൽ ഗൈഡിലൂടെയുള്ള പ്രാക്ടീസുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ പ്രാക്ടീസുകൾ എല്ലാം തന്നെ ഇതിനു മുമ്പും പല മെൻറ്റേഴ്സും ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി എന്നിലൂടെ ജീവിതത്തിൽ അമേസിംഗ് ചേഞ്ചസ് ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നുവെന്ന് മാത്രം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം തന്നെ ഡേ 1 പ്രാക്ടീസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഡേ 1 പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഡേ 2 പ്രാക്ടീസിലേക്ക് നമ്മൾ കടക്കേണ്ടത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരിൽ പലർക്കും ഒരു ഡൗട്ടുള്ളതാണ്, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് മറ്റുള്ള തിരക്കുകളിൽ നിന്നൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ പ്രാക്ടീസുകളും ചെയ്യുന്നത്. അതൊരിക്കലും നമ്മുടെ മറ്റുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചെയ്താൽ പോരാ. ഈ പ്രാക്ടീസുകളൊക്കെ സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആർക്കാണ് മാറ്റങ്ങൾ വരേണ്ടത്? നമുക്കല്ലേ. അപ്പോൾ നമ്മൾ അതിനായി എഫേർട്ട് എടുക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്ക് തന്നെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അമേസിംഗ് ചേഞ്ചസ് കൊണ്ടുതരുന്നത്. സീക്രട്ട് എന്ന ബുക്കിൽ റോണ്ട ബോൺ പലതവണ ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ലൈഫിൽ എത്രത്തോളം നന്ദിയുള്ളവരാകുമോ അത്രത്തോളം അബൻഡൻസ് വന്ന് നിറയുമെന്നുള്ളത്. റോണ്ട ബോൺ വ്യക്തമായി പറയുന്നുണ്ട്. ഈ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ ഡെപ്റ്റ്, അതായത് കടം ഫ്രീ ആയ അനുഭവം പറയുന്നുണ്ട്. റിലേഷൻഷിപ്പ് ഹീലാവുകയും ജീവിതത്തിലേക്ക് മണി ഫ്ലോ ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല അവർ വളരെ ലോകം മുഴുവൻ അറിയുന്ന രീതിയിൽ ഫേമസ് ആവുകയും ചെയ്തു. അതിന് ഉദാഹരണമാണ് ദ സീക്രട്ട് എന്ന ബുക്ക് പോലും. ലോകം മുഴുവൻ പല ഭാഷകളിൽ സെയിൽ ചെയ്യുകയും ധാരാളം പേരുടെ ജീവിതത്തിൽ വെളിച്ചം പകരുകയും ചെയ്ത എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസിൻ്റെ പേരാണ് ദ മാജിക് റോക്ക്. ദ സീക്രട്ട് എന്ന ബുക്കിൽ ലീ ബ്രൗർ എന്ന വ്യക്തിയുടെ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം മാജിക് റോക്ക്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായി വിശദമാക്കുന്നുണ്ട്. അദ്ദേഹം ശരിക്കും പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്നുള്ള സത്യം മറന്നു പോകാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ മാർഗമാണ് മനോഹരമായ ഒരു കല്ല് തപ്പിപ്പിടിച്ചും അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണായി സ്വയം വിശ്വസിക്കുകയും അതിനെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ എപ്പോഴും സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം എപ്പോഴൊക്കെ പോക്കറ്റിൽ കൈയിടുമോ അപ്പോഴൊക്കെ സ്റ്റോൺ കയ്യിൽ തടയുകയും അപ്പോഴൊക്കെ അന്നേ ദിവസം ആ നിമിഷം വരെ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് രാവിലെ ഉണരാൻ കഴിഞ്ഞതും അദ്ദേഹം പരിപൂർണ ആരോഗ്യവാനായിരിക്കുന്നതിനും അദ്ദേഹത്തിന് കിട്ടുന്ന ശ്വാസത്തിനും ആഹാരത്തിനും ജലത്തിനും ലൈഫിലുണ്ടാകുന്ന ഓരോ ചെറുതും വലുതുമായ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും കണ്ടെത്തി അദ്ദേഹം നന്ദി പറയുമായിരുന്നു. അങ്ങനെ അദ്ദേഹം രാത്രി ഉറങ്ങുന്നത് വരെയും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുകയും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ആ സ്റ്റോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് അന്ന് രാവിലെ ഉണർന്ന സമയം മുതൽ ജീവിതത്തിൽ നടന്ന എല്ലാറ്റിനും എണ്ണി എണ്ണി നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹം ഗ്രാറ്റിറ്റ്യൂഡ് പറയുവാൻ വേണ്ടി സ്വയം കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നു മാജിക് റോക്ക് എന്ന മാജിക് സ്റ്റോൺ. ഈ പുസ്തകത്തിൽ മിസ്റ്റർ ലീയുടെ മറ്റൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കൽ ഇദ്ദേഹം പോക്കറ്റിൽ കൈയിട്ട് തൻ്റെ താക്കോൽ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ കല്ല് പുറത്തേക്ക് വീഴുകയും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഇത് കാണുകയും ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും സ്റ്റോണിനെ കുറിച്ച് ചോദ്യമുണ്ടാകുകയും അപ്പോൾ ഇത് ഞാൻ നന്ദി പറയാൻ ഉപയോഗിക്കുന്ന മാജിക്കൽ സ്റ്റോൺ ആണെന്ന് അദ്ദേഹം പറയുകയും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സുഹൃത്തിനോട് വിശദീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ആ സുഹൃത്ത് മിസ്റ്റർ ലീയെ വീണ്ടും കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മകൻ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു രോഗത്താൽ വിഷമിക്കുകയാണ്, ഡെത്ത് ബെഡിലാണ് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ മിസ്റ്റർ ലീയുടെ കയ്യിലുള്ള മാജിക് സ്റ്റോൺ ആവശ്യപ്പെടുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ മിസ്റ്റർ ലീ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഓർമ്മയോടുകൂടി ചെയ്യുവാൻ വേണ്ടി സ്വയം കണ്ടുപിടിച്ച ഒരു ടെക്നിക്കായിരുന്നു ഈ മാജിക് റോക്ക്. മിസ്റ്റർ ലീ എന്തു ചെയ്തു? ആ സുഹൃത്തിനെ വിഷമമാകണ്ട എന്ന് കരുതി അതുപോലെ മനോഹരമായ കാണാൻ ഭംഗിയുള്ള കുറച്ച് സ്റ്റോൺസ് സംഘടിപ്പിച്ച് തൻ്റെ സുഹൃത്തിൻ്റെ നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞ് ആ സുഹൃത്ത് വീണ്ടും മിസ്റ്റർ ലീയെ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മകൻ ഇപ്പോൾ പരിപൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. നിങ്ങൾ എനിക്ക് തന്ന ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺസ് ഞാൻ ഓരോന്നും $10 വിൽക്കുകയും കുട്ടിയെ ചികിത്സിക്കാനുള്ള പണം കണ്ടെത്തുകയും ചെയ്തു. സ്റ്റോൺ വാങ്ങിച്ചവരൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും വീണ്ടും മാജിക് സ്റ്റോണിന് ആവശ്യക്കാർ വരികയും അയാൾക്കത് വിൽക്കാൻ കഴിയുകയും ചെയ്തു. ഇതാണ് മിസ്റ്റർ ലീ ബ്രൗർ പറയുന്ന മാജിക് സ്റ്റോൺ സ്റ്റോറി.
അപ്പോൾ ശരിക്കും ഈ പ്രാക്ടീസിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മനോഹരമായ സ്റ്റോൺ കണ്ടുപിടിച്ച് വെക്കുക. അതിനുശേഷം എപ്പോഴൊക്കെ ഈ സ്റ്റോൺ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ കല്ലെടുത്ത് രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിനും നന്ദി പറയുക. ഈ സ്റ്റോൺ നമ്മൾ കിടക്കുന്ന കട്ടിലിനടുത്തായി സൂക്ഷിച്ചു വയ്ക്കാം. എന്നിട്ട് രാത്രി പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റോൺ കയ്യിൽ പിടിച്ച് അന്നേ ദിവസം നമുക്ക് ലഭിച്ച ഹാപ്പി മൊമെൻറ്റ്സ് ഓരോന്നും ഓർത്തെടുത്ത് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസോട് കൂടി നന്ദി. രാവിലെ നമുക്ക് ആരോഗ്യത്തോടു കൂടി ഉണരാൻ കഴിഞ്ഞു, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ കഴിഞ്ഞു, ആവശ്യത്തിന് ജലം ലഭിച്ചു, അങ്ങനെ ഓരോന്നിനും നന്ദി പറയാം. മാത്രമല്ല സുഹൃത്തുക്കളുമായുള്ള സന്തോഷം ഓർത്തെടുക്കാം, ഹാപ്പിനെസ് മൊമെൻറ്റ്സ് ഓർത്തെടുക്കാം, ജോലിസ്ഥലത്തുണ്ടായ അച്ചീവ്മെൻറ്റ്സ് ഓർക്കാം, യാത്രകളിൽ ഉണ്ടായ രസകരമായ അനുഭവങ്ങൾ ഓർത്തെടുക്കാം, ട്രാഫിക് ജാം ഇല്ലാതെ കൃത്യസമയത്ത് ജോലിക്കെത്താൻ കഴിഞ്ഞതിൽ അതിനൊക്കെ നമുക്ക് നന്ദി പറയാം. അപ്പോൾ രാത്രി ഉറങ്ങാൻ നേരം കട്ടിലിൽ ഇരുന്നു കൊണ്ട് സ്റ്റോൺ കയ്യിലെടുത്ത് അന്നത്തെ ദിവസത്തെ എല്ലാ ഹാപ്പിനെസ് മൊമെൻറ്റ്സും റീകളക്ട് ചെയ്ത് നന്ദി പറയുമ്പോൾ അതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം കണ്ടുപിടിച്ച് നെഞ്ചിൽ കൈവച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയാൻ ഓദർ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ അന്നത്തെ ഫുൾ ഹാപ്പിനെസ് കളക്ട് ചെയ്താൽ മാത്രമാണ് അതിൽ നിന്നും ഏറ്റവും ഹാപ്പിനെസ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ എല്ലാം കളക്ട് ചെയ്യും. അതിനുവേണ്ടിയാണ് ഏറ്റവും ഹാപ്പിനെസ് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഓദർ ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം നടന്ന നല്ല കാര്യങ്ങൾ റീകളക്ട് ചെയ്യുമ്പോൾ അന്ന് നമുക്കുണ്ടായ എല്ലാ ബ്ലെസ്സിങ്സും നമ്മൾ ഓർക്കും. ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് കളക്ട് ചെയ്യാൻ പറയുന്നതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കൊണ്ടാണ് നന്ദി പറച്ചിൽ തുടങ്ങുന്നത്. രാത്രി ഉറങ്ങും മുമ്പ് വീണ്ടും അന്ന് നടന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയുകയാണ്. അങ്ങനെ മനസ്സിൽ ഒരുപാട് പോസിറ്റീവ് തോട്ട്സ് നിറച്ചുകൊണ്ട് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ വളരെ ഉന്മേഷത്തോടു കൂടി പിറ്റേന്ന് നമുക്ക് ഉണരും. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും നന്ദി പറച്ചിലൂടെയാണ്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് പോസിറ്റീവ് തോട്ട്സുകളും ഒരുപാട് എനർജി വൈബ്രേഷനും നമുക്ക് ഉണ്ടാകുന്നതാണ്. അഥവാ നമ്മളിപ്പോൾ ജീവിതത്തിൻ്റെ വിഷമങ്ങൾ ഓർത്തെടുത്ത് കരഞ്ഞുകൊണ്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ആ നെഗറ്റീവ് തോട്ട്സ് പ്രോസസ്സായിരിക്കും ആ രാത്രി മുഴുവൻ നമ്മുടെ മനസ്സിൽ ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ സങ്കടത്തിൻ്റെ ഇമോഷനിലൂടെ ആയിരിക്കും നമ്മൾ ഉണരുന്നതും. ആ ദിവസം മുഴുവൻ നമുക്ക് എല്ലാ കാര്യത്തിലും ആ നെഗറ്റീവ് പ്രതിഫലിക്കുകയും ചെയ്യും. സ്റ്റോൺ വെച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കുക. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നല്ല കാര്യങ്ങൾ ഓർത്തെടുത്ത് ഹാപ്പി ഫീലിങ്സ് ഇരിക്കുമ്പോൾ കൂടുതൽ അത്തരം നല്ല സാഹചര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആകാനുണ്ടോ അതൊക്കെ ഒരു ഗോൾഡ് പോലെ കൺവേർട്ടായി പെടുമെന്നുള്ളതാണ്. ഗ്രേറ്റ്ഫുൾ ആണ് അതിൻ്റെ പവർ. അതുപോലെയാണ് ഈ മാജിക് പ്രാക്ടീസിൻ്റെയും പവർ. അപ്പോൾ എല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നാളത്തെ പ്രാക്ടീസിനായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ 3 ഫോട്ടോസ് കളക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരുടെയും എല്ലാ സ്വപ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഈസി ആൻഡ് എഫർട്ട്ലെസ്സായി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ.